എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ SCRT 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പാർട്ട് 1ഉം അതുപോലെ പാർട്ട് 2ഉം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന എല്ലാ എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. PSC ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈ പോയിന്റും കൂടി കൊടുക്കുക. അപ്പൊ നമുക്ക് സമയം കളയാതെ ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഒറ്റയുള്ളൊരു ജീവിയും. നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞാണ് പോകുന്നത്. നോക്കാം. ആദ്യം ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ആഹാര ശൃംഖല ജാലം, ഫുഡ് വെബ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാരത്തിന് വേണ്ടി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്നതാണ്. പ്ലവകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജലാശയങ്ങളില് സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ചെറു മീനുകളിലൊക്കെ ആഹാരമാണ് പ്ലവകങ്ങൾ. അതുപോലെ ആഹാര ശൃംഖല ജാലത്തിന് കുറച്ച് എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വെക്കണം. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചു. ആഹാര ബന്ധമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, അതുപോലെ കുറുക്കനെ സിംഹം കഴിക്കുന്നു. അങ്ങനെ പിന്നെ മാൻ കഴിക്കുന്നു, മാനിനെ കടുവ കഴിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. 10th ലെവൽ LGS ലെവൽ എക്സാം ആയിരുന്നു. ആഫ്രിക്കൻ മുഷിയെ കുറിച്ച് പറയുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നതാണ്. കേരളത്തിലെ ജലാശയങ്ങളില് അധിനിവേശ മത്സ്യമായിട്ട് ഇവ കാണാറുണ്ട്. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ആഹാരമാകുന്നത്. ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഫുഡ് ചെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പുൽച്ചാടി കഴിക്കുന്നു. നമ്മൾ പറഞ്ഞാണ്. പുൽച്ചാടിയെ കോഴി ഭക്ഷിക്കുന്നു, കോഴിയെ കുറുക്കൻ, അതുപോലെ കുറുക്കനെ കഴുകൻ. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ആഹാര നിർമ്മാണം സസ്യങ്ങളിലെയാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഏതാണ്? ഹരിതകം. ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇതുവരെ എന്താണ് പറഞ്ഞത്? ആഹാര ശൃംഖല ജാലം എന്താന്ന് പറഞ്ഞു. അതായത് ആഹാരത്തിന് വേണ്ടി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഈ ജീവികളുടെ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം, ഫുഡ് വെബ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്ലവകങ്ങൾ എന്താന്ന് പറഞ്ഞു. ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആഹാര ശൃംഖല പറഞ്ഞു. ആഹാര ശൃംഖല ജാലകത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. കുറച്ച് ശ്രേണികൾ പഠിച്ചു വെക്കണം. പുൽച്ചാടി കഴിക്കുന്നു, അതുപോലെ പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. പിന്നെ എങ്ങനെ ഉണ്ടാകാം? എന്താണ്? അണ്ണാൻ കഴിക്കുന്നുണ്ട്, അണ്ണാനെ പാമ്പ് കഴിക്കുന്നു. അങ്ങനെ കുറച്ച് ശ്രേണി നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഒന്നാമത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും. പുല്ലെന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കണ്ണി, എല്ലാത്തിലും വരുന്നത്. അവസാനത്തെ കണ്ണിയായിട്ട് കഴുകൻ വരാം, അതുപോലെ പാമ്പ്. നമ്മളിവിടെ പറഞ്ഞു തവളയെ പാമ്പ് കഴിക്കുന്ന കാര്യം. പിന്നെ വരാവുന്ന പൂച്ച വരാം, പിന്നെ കുറുക്കൻ. ഇതൊക്കെയാണ് അവസാന കണ്ണിയിൽ വരുന്നത്. ഇതൊന്നും ചോദിക്കത്തില്ല. ഈ ആഹാര ശ്രേണി ജസ്റ്റ് 2-3 നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ഹരിതകമാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. PYQ ക്വസ്റ്റ്യൻ ആണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഹരിതകമാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, PYQ ക്വസ്റ്റ്യൻ ആണ്. ചുവപ്പ് നിറം സസ്യങ്ങൾക്ക്, ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ ആണ്. അതുപോലെ ഓറഞ്ച് നിറം
കരോട്ടിൻ ആണ്. മഞ്ഞ നിറം സാന്തോഫിലാണ്. ഇത് മൂന്നും പഠിച്ചിട്ട് പോകണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പച്ച നിറത്തിന്റെ പറഞ്ഞു, എന്താണ്? ഹരിതകമാണ്. പച്ച നിറത്തിന് കാരണം എന്താണ്? ഹരിതകമാണ്. അതുപോലെ ചുവപ്പ് നിറം എന്താണ്? ആന്തോസയാനിൻ. ഓറഞ്ച് നിറം കരോട്ടിൻ. മഞ്ഞ സാന്തോഫിൻ. ഇമ്പോർട്ടന്റ് ആണ്. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ആന്തോസയാനിൻ ആണ്. ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിൻ ആണ്. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിനാണ്. പിന്നെ അന്തരീക്ഷവാതകങ്ങളുടെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൈട്രജൻ ഏറ്റവും കൂടുതൽ എന്താണ്? നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ വാതകം ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ 78%. പിന്നെയാണ് ഓക്സിജൻ വരുന്നത്. ഓക്സിജൻ 21%. ഇത് രണ്ടും വാല്യൂ പഠിച്ചു വെക്കണം. PYQ ആണ്. നൈട്രജൻ 78%, ഓക്സിജൻ 21%. PYQ ആണ്. ഇതിന്റെയൊക്കെ PDF വേണ്ടവര് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ ഇത് പഠിച്ചു വെക്കണം. തിരിഞ്ഞു പോകല്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഓക്സിജൻ ആണ്. സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത്. അല്ലാത്ത സമയമെല്ലാം സസ്യങ്ങളും എന്താണ് ശ്വസിക്കാൻ യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ തന്നെയാണ്. അത് മാറിപ്പോകാതെ പഠിച്ചു വെക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും ചെന്ന് എഴുതിയേക്കല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നത് സസ്യങ്ങൾ. അടുത്ത് സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള പ്രത്യേക ഇലകളിലെ സുഷിരമാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എപ്പിഫൈറ്റുകളെ കുറിച്ചാണ്. എന്താണ് എപ്പിഫൈറ്റുകൾ? ചെറിയ വേരുകള് മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. ഈ ചെറിയ വേര് മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ വേണ്ടി മരവാഴയെ സഹായിക്കുന്നുണ്ട്. കട്ടുകൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഈ മരത്തെ ആശ്രയിക്കുന്നത്, അതായത് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ഓർക്കിഡും മരവാഴയൊക്കെ എപ്പിഫൈറ്റിന് എക്സാമ്പിൾ ആണ്. അതായത് വാസസ്ഥലത്തിനായിട്ട് മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യത്തിനെയാണ് എപ്പിഫൈറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഓർക്കിഡ്, മരവാഴയൊക്കെ എപ്പിഫൈറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത ഇനിയും പഠിക്കുന്നത് അർദ്ധപരാഗങ്ങൾ എന്തെന്നാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതുകൊണ്ട് ഇത്തിൽക്കണ്ണിയെ പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ എന്ന് പറയുന്നു. കാരണം എന്താണ്? ഈ ഇത്തിൽക്കണ്ണി പറ്റി പിടിച്ചു വളരുന്ന മരത്തിൽ നിന്ന് എന്താണ്? ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത്തിൽക്കണ്ണി എക്സാമ്പിൾ ആണ് അർദ്ധപരാഗത്തിന്. അടുത്തത് പൂർണ്ണപരാഗം. മൂടില്ലത്താളി എക്സാമ്പിൾ ആണ് പൂർണ്ണപരാഗത്തിന്. കാരണം അവ എന്താണ്? ഡയറക്റ്റ് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്തിൽക്കണ്ണിയുടെ കേസിൽ എന്താണ് പഠിച്ചത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയമാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തിൽക്കണ്ണിയെ അർദ്ധപരാഗം എന്ന് വിളിക്കുന്നത്. മൂടില്ലത്താളി ഭക്ഷണം നേരിട്ട് അങ്ങ് വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണപരാഗത്തിന് എക്സാമ്പിൾ ആണ് മൂടില്ലത്താളി. ഇത് PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം. അർദ്ധപരാഗം എന്ന് വെച്ചാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നു. പൂർണ്ണപരാഗം എന്ന് വെച്ചാൽ ഡയറക്റ്റ് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. എക്സാമ്പിൾ മൂടില്ലത്താളി. PYQ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം.
അടുത്ത ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ പകരുന്ന രോഗം അതുപോലെ പകരാത്ത രോഗം എന്ന് പറഞ്ഞ് രണ്ട് ബോക്സ് കൊടുത്തു. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പകരുന്ന രോഗങ്ങളിൽ വരുന്ന എന്തൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ ഉണ്ട്, ചിക്കൻ ഗുനിയ, കോളറ, പിന്നെ ഏതാ? ക്ഷയം, അതുപോലെ എലിപ്പനി, മലേറിയ, ഇതൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. പകരാത്ത രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, പിന്നെ എന്താണ്? ഹൃദ്രോഗം, പിന്നെ അപസ്മാരം, ആസ്മ, അങ്ങനെ അൾഷിമേഴ്സ്, ഇതൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധി. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് ചോദിച്ചായിരുന്നു. കോവിഡ് പകർച്ചവ്യാധി അല്ലെന്ന് പറഞ്ഞു. PSC 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എന്താണ്? മഹാമാരി, പാൻഡമിക് എന്ന് പറയും. നമ്മൾ അതിജീവിച്ച മഹാമാരികൾ എന്തൊക്കെയാണ്? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഒക്കെ എന്താണ്? മഹാമാരിയാണ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്താണ്? രോഗകാരിയാണ്. അതാണ് അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയൊക്കെയാണ് പകർച്ചവ്യാധികൾക്ക് കാരണം. രോഗങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് ഇവയെ രോഗകാരികളെന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ സൂക്ഷ്മജീവികളും എന്താണ്? രോഗകാരികൾ അല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായിട്ടുള്ള കുറച്ച് ബാക്ടീരിയകൾ ഉണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും അതുപോലെ ആഗിരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയ ആണ്, പഠിച്ചു വെക്കണം. അതുപോലെ ബാക്ടീരിയയും ഫംഗസുമാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഇത് VYQ ക്വസ്റ്റ്യൻ ആണ്. ജൈവ അവശിഷ്ടങ്ങൾ മണ്ണിൽ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ചിലതരം ബാക്ടീരിയയും ഫംഗസും ഒക്കെയാണ്. ഇതാണ് ഉപകാരികളായിട്ടുള്ള എന്താണ്? സൂക്ഷ്മജീവികളും ഉണ്ട്. പിന്നുള്ളത് ഏതൊക്കെയാണ്? പാല് തൈരാക്കി മാറ്റാൻ ഉണ്ട്, പിന്നെ അരിമാവ് പുളിപ്പിക്കാൻ, അതുപോലെ ചികിത്സാ രംഗത്തും സൂക്ഷ്മജീവികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗസുകളുടെ ലോകം. ഇതൊരു VYQ ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പല്, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ, ഇതെല്ലാം എന്താണ്? ഫംഗസ് ആണ്. PSC ചോദിച്ചത് ഇതാണ്. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസ് ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഈ 3 പഠിച്ചു വെക്കണം. ഇതും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ, റൊട്ടിപ്പൂപ്പല്, കരിമ്പൻ. ഇതൊക്കെ എന്താണ്? ഫംഗസ് ആണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്ന രോഗങ്ങൾ പകരുന്ന വഴിയാണ്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും എങ്ങനെയാണെന്നാണ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. രോഗാണുവാഹകരിൽ നിന്ന് അല്ലാതെ, പിന്നെ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെയാണ്? മണ്ണിലൂടെയും വായുവിലൂടെ. മണ്ണിലൂടെ ഏതൊക്കെയാണ്? വിരശല്യം, അതുപോലെ ടെറ്റനസ് നോട്ട് ചെയ്ത് നോക്കുക. മണ്ണിലൂടെയാണ് ടെറ്റനസ്. വായുവിലൂടെ പകരുന്നത് ക്ഷയം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഏതെഴുതാം? ചിക്കൻ ബോക്സ് എഴുതാം. വായുവിലൂടെ പകരുന്നതാണ് ചിക്കൻ ബോക്സ്. പിന്നെ ജലവും ഭക്ഷണവും വഴി ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈഫോയിഡ്. പിന്നെ ഏതാണ്? മഞ്ഞപ്പിത്തം. നമുക്ക് പറയാം മഞ്ഞപ്പിത്തം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ ഏതൊക്കെയാണ്? വിരശല്യം, ടെറ്റനസ്. പിന്നെ വായുവിലൂടെ ഏതാണ്? ക്ഷയം, ചിക്കൻ ബോക്സ്. ജലവും ഭക്ഷണവും വഴി ഏതൊക്കെയാണ്? ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഒക്കെ. പിന്നെ രോഗാണുവാഹകരിൽ നിന്ന് ഡെങ്കിപ്പനി എങ്ങനെയാണ് പകരുന്നത്? കൊതുക് വഴിയാണ്. കൊതുക് വഴി പകരുന്ന വേറെ ഏതൊക്കെയുണ്ട്? മലേറിയ ഉണ്ട്, അതുപോലെ ചിക്കൻ ഗുനിയ ഒക്കെ പരത്തുന്നത് കൊതുകാണ് പരത്തുന്നത്. കൊതുകല്ലാതെ പിന്നെ ഏതാണ്? ഈച്ച പരത്തുന്ന രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഈച്ച പരത്തുന്നതാണ് കോളറയൊക്കെ ഈച്ച പരത്തുന്നതാണ്. പിന്നെ മനുഷ്യരിൽ നിന്ന് എന്തൊക്കെയാണ്? കുഷ്ഠവും ചെങ്കണ്ണൊക്കെ.
മനുഷ്യരിൽ നിന്ന് പകരുന്നുണ്ട്. പക്ഷികളിൽ നിന്ന് എന്താണ്? പക്ഷിപ്പനി. ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മണ്ണിലൂടെയാണ് ടെറ്റനസ്, പിന്നെ വായുവിലൂടെ പരന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ക്ഷയം, ചിക്കൻ ബോക്സ് ഒക്കെ. ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡും മഞ്ഞപ്പിത്തവും ഒക്കെ. കൊതുക് പരത്തുന്നതൊക്കെ റിപ്പീറ്റഡ് PYQ ആണ്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനി ഒക്കെയാണ്. ഈച്ച പരത്തുന്നതാണ് കോളറ. പിന്നെ മനുഷ്യരിൽ നിന്ന് പകരുന്ന എന്താണ്? കുഷ്ഠം, ചെങ്കണ്ണൊക്കെയാണ്. നമുക്കിനി അടുത്തത് നോക്കാം. രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായിട്ടുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? ഏതൊക്കെയാണ്? ഈച്ച, കൊതുക്, വവ്വാല്, അങ്ങനെ ധാരാളം ജീവികൾ ഉണ്ട്. ഇവിടെ രോഗാണുവാഹകർ എന്താന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങിയ ജീവികളാണ് രോഗാണുവാഹകരിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാലൊക്കെയാണ്. അടുത്തത് ഇവിടെ ബോക്സിൽ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ കഴുകി ഉപയോഗിക്കുക. പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ വായുവിലൂടെയും അതുപോലെ സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെയാണ്? അതായത് രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. പിന്നെ രോഗിയുടെ തുവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക. മാസ്ക് ഉപയോഗിക്കുക. പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ എന്താണ്? ചെരുപ്പ് ഉപയോഗിക്കുക. അതുപോലെ ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. പിന്നെ മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ഇവിടെ സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ 2-3 പറഞ്ഞിട്ടുണ്ട്. നെല്ലിന് വരുന്നതാണ് തവിട്ടിലപ്പുള്ളി. പയറിനാണ് മൊസൈക്ക് രോഗം. തെങ്ങിന് കൂമ്പ് ചീയൽ. ഇതൊന്ന് പഠിച്ചു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെല്ലിന് വരുന്നതാണ് തവിട്ടിലപ്പുള്ളി, അതുപോലെ പയറിനാണ് മൊസൈക്ക് രോഗം, പിന്നെ തെങ്ങിനാണ് കൂമ്പ് ചീയൽ. അതുപോലെ പഴയ SCRT-ലൊക്കെ ഉള്ളതാണ് വാഴയിൽ വരുന്നതാണ് കുറുനാമ്പ്. പിന്നെ തക്കാളിക്കൊക്കെ വരുന്നതാണ് വാട്ടരോഗം. തക്കാളി, വഴുതന അതിനൊക്കെ വരുന്നതാണ് വാട്ടരോഗം. ഇതൊക്കെ പഠിച്ചു വെക്കുക. മെയിനായിട്ട് ഈ 3 പഠിച്ചു വെക്കണം. ടെക്സ്റ്റിലുള്ളത് കൊണ്ട് PSC അത് തന്നെ എടുത്ത് ചോദിക്കും. നെല്ലിനാണ് തവിട്ടിലപ്പുള്ളി, പയറിന് മൊസൈക്ക് രോഗം, തെങ്ങിന് കൂമ്പുചീയൽ. അടുത്തത് രോഗപ്രതിരോധ ശേഷി എന്താന്ന് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അതായത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്ന് ഇല്ല. പിന്നെ അടുത്തത് ആർജിത പ്രതിരോധ ശേഷിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർജിത രോഗപ്രതിരോധ ശേഷി. പോളിയോ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശേഷി, അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വാക്സിൻ എടുക്കുന്നുണ്ട്. ഇതുവഴിയാണ് രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ആർജിത പ്രതിരോധ ശേഷി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ട്. അങ്ങനെയുള്ളതാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. പക്ഷെ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി ഇതൊക്കെ വന്നാൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെതിരെ നമ്മൾ വാക്സിൻ എടുക്കണം. അതാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അടുത്തത് വാക്സിനേഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. PSC ഓൾറെഡി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞു. ആദ്യം പഠിക്കേണ്ടത് ജനന സമയത്ത് കുട്ടികൾ എടുക്കേണ്ട 3 BCG, ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ OPV, ഓറൽ പോളിയോ വാക്സിനും. 3 OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി.
മൂന്നും പഠിച്ചു വെക്കണം. PSC ചോദിക്കും. ജനന സമയത്ത് എന്തൊക്കെയാണ്? BCGയും എടുക്കണം, ഹെപ്പറ്റൈറ്റിസ് ബിയും എടുക്കണം, പിന്നെ OPV ഓറൽ പോളിയോ വാക്സിൻ. പിന്നെ പഠിച്ചു വെക്കേണ്ടത് BCGയുടെ ഫുൾ ഫോം ആണ്, PVQ ആണ്, ബാസിലസ് കാൽമെറ്റ് ഗുറിൻ. BCGയുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗുറിൻ. OPVയുടെ ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ FIPVയുടെ എന്താണ്? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആണ്. പിന്നെ RVV ഇമ്പോർട്ടന്റ് ആണ്, റോട്ടാ വൈറസിനെതിരെ എടുക്കുന്ന വാക്സിൻ ആണ്, റോട്ടാ വൈറസ് വാക്സിൻ ആണ്. BCGയുടെ ഫുൾ ഫോം പഠിക്കണം, ബാസിലസ് കാൽമെറ്റ് ഗുറിൻ. പിന്നെ FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. പിന്നെ RVV റോട്ടാ വൈറസ് വാക്സിൻ. ഈ ജനനസമയത്ത് എടുക്കുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നുള്ളതാണ് PCV. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. എന്താണ്? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR എന്ന് പറയുന്നത് മീസിൽസ് റുബെല്ല വാക്സിൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. MR എന്ന് പറയുന്നത് മീസിൽസ് റുബെല്ല വാക്സിൻ ആണ്. പിന്നെ DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്. DPT ഇമ്പോർട്ടന്റ് ആണ്. DPTയുടെ എന്താണ്? ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ആണ്. പിന്നെ TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. ഇതെല്ലാം ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. TD എന്ന് പറയുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. പിന്നെ DPT എന്ന് പറയുന്നത് ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ആണ്. MR മീസിൽസ് റുബെല്ല വാക്സിൻ ആണ്. PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സ് ഉള്ളൂ. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ്, ജലം നിത്യജീവിതത്തിൽ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. തലച്ചോറിന് 73%, പിന്നെ രക്തത്തിന് 94%, വൃക്കയില് 79%. ഈ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് ഒന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തലച്ചോറ് 73%, രക്തം എത്രയാണ്? 94%. ഏറ്റവും കൂടുതൽ രക്തമാണ്. പിന്നെ ഏറ്റവും കുറവ് അസ്ഥികളാണ്, 31%. പേശികളും അതുപോലെ ഹൃദയവും പേശികൾക്കും 75%ആണ് ഉള്ളത്. പിന്നെ ശ്വാസകോശം 83%. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ രക്തമാണ് 94%, കുറവ് അസ്ഥികളാണ് 31%. പിന്നെ പേശികളും അതുപോലെ ഹൃദയവും 75%. വൃക്കകൾ 79%, ശ്വാസകോശങ്ങൾ 83%. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തലച്ചോറ് 73%, രക്തം 94%, വൃക്കകൾ 79%, പേശികളും ഹൃദയവും 75%, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾ 31%. ജലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും എന്താണ്? ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതായത് ഈ ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ആണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അടുത്ത ഇവിടെ സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ വരുന്നത്, അതായത് ജലത്തില് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ടാണ് ഈ കുമിളകൾ ഉണ്ടാകുന്നത്. സോഡ നിർമ്മിക്കുന്നത് ജലത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചാണ്. ഇനി പഠിക്കേണ്ടത് ലീനവും ലായകവും ലായനിയും എന്താണെന്നാണ്, ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെയാണ് ലായകമെന്ന് പറയുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്ത്? ലായനി. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര ലായനി. അതിലെ ലീനം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചസാരയാണ്. ലായകം എന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ്. പഞ്ചസാര ലായനിയില് ലീനം പഞ്ചസാരയും ലായകം
വെള്ളവുമാണ്. പഞ്ചസാര ലായനി. സോഡയിൽ എങ്ങനെയാണ്? സോഡയിലെ ലീനം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലായകം എന്താണ്? അതും വെള്ളമാണ്. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. എന്തിലാണോ ലയിച്ചു ചേരുന്നത് അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നുണ്ട്. PYQ ക്വസ്റ്റ്യൻ ആണ്. LGS ലെവൽ എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലത്തെയാണ്. അടുത്തത് ഇവിടെ ബാഷ്പീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. PYQ ആണ്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണ തോത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതാണ്? ജലമാണ്. അടുത്തത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിതാനം പാലിക്കുന്നു. അതായത് ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുന്നത്? അതായത് ഈ ജലസ്രോതസ്സുകൾ വറ്റുമ്പോൾ ജലനിരപ്പ് താഴും. ജലം വിതാനം പാലിക്കുന്നു. ഇത് സമീപത്തെ വീടുകളിലെ കിണറ്റുകളിലെ ജലനിരപ്പ് താഴാൻ ഇടയാക്കും. ജലത്തിന്റെ ഒരു സവിശേഷതയാണ്, പഠിച്ചു നോക്കുക. വിതാനം പാലിക്കുന്നു. ഈ ചാപ്റ്ററിൽ ഇത്രയൊക്കെ ഉള്ളു പോയിന്റ്സ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 4ാമത്തെ ചാപ്റ്റർ ആണ്. ജീവനുള്ള വിത്തുകൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. വിത്ത് മുളയ്ക്കാൻ, ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെയാണ്? വെള്ളം, വായു, അതുപോലെ അനുകൂലമായിട്ടുള്ള താപനില. ഈ 3 കാര്യങ്ങൾ മതി. എന്തൊക്കെയാണ്? ജലം, വായു, പിന്നെ അനുയോജ്യമായിട്ടുള്ള താപനില. ഈ 3 കാര്യങ്ങൾ മതി വിത്ത് മുളയ്ക്കാൻ. ജലം, വായു, പിന്നെ അനുയോജ്യമായിട്ടുള്ള താപനില. മണ്ണ്, സൂര്യപ്രകാശം ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല. എന്തൊക്കെയാണ് വേണ്ടത്? വിത്ത് മുളയ്ക്കാൻ ജലവും വേണം, വായുവും വേണം, അനുയോജ്യമായിട്ടുള്ള താപനിലയും വേണം. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായിട്ടുള്ള താപനിലയും വ്യത്യസ്തമാണ്. വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ വേണമെന്ന് പഠിച്ചു വെക്കുക. ജലം, വായു, അനുയോജ്യമായിട്ടുള്ള താപനില. അടുത്ത പഠിച്ചു വെക്കേണ്ട ഹൈഡ്രോപോണിക്സ് ആണ്. PYQ ക്വസ്റ്റ്യൻ ആണ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. PYQ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതനമായിട്ടുള്ള രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. മണ്ണിന്റെ ആവശ്യമില്ല, പോഷക ലായനിയിലാണ് സസ്യങ്ങളെ വളർത്തുന്നത്. ഹൈഡ്രോപോണിക്സ് ഇമ്പോർട്ടന്റ് ആണ്. മണ്ണില്ലാതെ സസ്യങ്ങൾ വളരുന്ന നൂതന രീതിയാണ് ഏത്? ഹൈഡ്രോപോണിക്സ്. പിന്നെ പഠിച്ചു വെക്കണം, ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. അത് പഠിച്ചു വെക്കണം, PYQ ആണ്. മണ്ണില്ലാതെ പോഷകലായനിയിൽ ചെടികൾ വളർത്തുന്ന കൃഷിരീതിയുടെ പേരെന്താണ്? ഹൈഡ്രോപോണിക്സ് ആണ്. അടുത്തത് ബീജാന്നം. ബീജാന്നം എന്താണ്? ഈ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. ഈ ചോളത്തിന് എന്താണ്? ഒരു ബീജപത്രം മാത്രമാണ്. ചോളത്തിന്റെ കേസിൽ ചോളത്തിന് ഒരു ബീജപത്രമാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് മുളയ്ക്കലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിത്ത് കുതിർത്ത് പുറംതോട് പൊട്ടും. ആദ്യം പുറത്തേക്ക് വരുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ബീജമൂലവും അതിനുശേഷമാണ് ബീജശീർഷം പുറത്തേക്ക് വരുന്നത്. ആദ്യം പുറത്തു വരുന്നത് എന്താണ്? ബീജമൂലമാണ്. PYQ ആണ്. അതിനുശേഷം ബീജശീർഷം പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായിട്ടാണ് മാറുന്നത്. ബീജമൂലം പിന്നീട് ചെടിയുടെ വേരായിട്ടാണ് മാറുന്നത്. ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് സസ്യം വളർന്നു വരുന്നവരെ ഉപയോഗിക്കുന്നത്.
അപ്പം വിത്ത് കുതിർത്ത് പുറന്തോട് പൊട്ടുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ഈ ബീജമൂലമാണ് വേരായിട്ട് വരുന്നത്. ബീജശീർഷം, അതിനുശേഷമാണ് ബീജശീർഷം. ബീജശീർഷമാണ് പിന്നീട് തണ്ടും ഇലയായിട്ട് മാറുന്നത്. പൂർണ്ണമായ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ആഹാരം എവിടെ നിന്നാണ്? ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജാണ്ടത്തിലോ കരുതി വെച്ച ആഹാരമാണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം. സസ്യങ്ങളിലെ വിത്ത് വിതരണ രീതി ഇമ്പോർട്ടന്റ് ആണ്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, അപ്പൂപ്പൻ താടി. പിന്നെ ഏതാണ് വരുന്നത്? അപ്പൂപ്പൻ താടി ഉണ്ട്, മഹാഗണി. അപ്പൂപ്പൻ താടി, മഹാഗണി, പിന്നെ പൈൻ. ഇതൊക്കെ എന്താണ്? കാറ്റിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്. വെണ്ട എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചാണ്. പൊട്ടിത്തെറിച്ചാണ് വെണ്ട. അതുപോലെ റബ്ബർ, പിന്നെ കാശിത്തുമ്പ, ഇതൊക്കെ പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതരണം നടക്കുന്നത്. പിന്നെ തെങ്ങിന്റെ എങ്ങനെയാണ്? തെങ്ങിന്റെ ജലം വഴിയാണ് തെങ്ങ്, പിന്നെ താമര, കണ്ടലൊക്കെ. ജലം വഴി തെങ്ങ്, താമര, കണ്ടല്. പിന്നെ പേര എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ്. ഏതൊക്കെയുണ്ട്? പിന്നെ മാമ്പഴമുണ്ട്, പിന്നെ അസ്ത്രപ്പുല്ല്, ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ്. അപ്പൂപ്പന്താടിയൊക്കെ PYQ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വെണ്ടയൊക്കെ. കാറ്റിലൂടെ ഏതൊക്കെയാണ്? അപ്പൂപ്പന്താടി, മഹാഗണി, പൈൻ. പിന്നെ പൊട്ടിത്തെറിച്ച് ഏതൊക്കെയാണ്? വെണ്ട, റബ്ബർ, കാശിത്തുമ്പ. ജലം വഴി തെങ്ങ് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ താമര, കണ്ടലൊക്കെ. ജന്തുക്കൾ വഴി പേര, മാമ്പഴം, അസ്ത്രപ്പുല്ല്, അതൊക്കെ. അങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അടുത്തത്, ഈ പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഇലകളിൽ എന്താണ് അവശേഷിക്കുന്നത്? എന്താണ്? ഇലകളിലെ സിരകളാണ്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും അതുപോലെ ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഇലകളിലെ ഈ സിരകൾ വഴിയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. അതായത് രണ്ട് തരമുണ്ട്: ജാലിക സിരാവിന്യാസം, അതുപോലെ സമാന്തര സിരാവിന്യാസം. എന്താണ് ജാലിക സിരാവിന്യാസം? ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്നുള്ള അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു പ്രധാന സിരയും പിന്നെ അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകളും പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലിക സിരാവിന്യാസം, ഈ ആദ്യത്തേത്. രണ്ടാമത്തേതാണ് സമാന്തര സിരാവിന്യാസം. അതെങ്ങനെയാണ്? ഇലകളിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലകളുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതാണ് സമാന്തര സിരാവിന്യാസം. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, പഠിച്ചു വെക്കുക. രണ്ട് ടൈപ്പ് ഉണ്ട്: ജാലിക സിരാവിന്യാസം, അതാണ് ഇത്. പിന്നെ സമാന്തര സിരാവിന്യാസമാണ് ഇത്. ഇപ്പം നോക്കിയതിൽ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞാണ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് വെള്ളമാണ്. PYQ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിരുന്നു. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് വെള്ളമാണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഏതാണ്? ജാലിക സിരാവിന്യാസമാണ്. പിന്നെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? ബീജപത്രത്തിലാണ്. PYQ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻസ്. അടുത്തത്, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ഏതാണ്? നമ്മളിപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ബീജമൂലമാണ് ആദ്യം പുറത്തു വരുന്നത്. ഇതൊക്കെ പഠിച്ചു നോക്കുക, ഇനിയും ചോദിക്കും. നമുക്കിനി ബാക്കി നോക്കാം. പ്ലാവിന്റെ ഇല ഏതാണ്? ജാലിക സിരാവിന്യാസത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ മുളയുടെ ആണ് സമാന്തര സിരാവിന്യാസത്തിന് എക്സാമ്പിൾ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്, PYQ ക്വസ്റ്റ്യൻ ആണ്, കാണിച്ചു തരാം. നമുക്ക് ആദ്യം എന്താന്ന് നോക്കാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് എന്ത്? തായ്വേരു പടലം. മാവ്, പ്ലാവ് ഇവയിൽ തായ്വേരു പടലം കാണാം. പിന്നെ നാരുവേരു പടലം, അതായത് കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള
ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് നാരുവേരുപടലം ഉള്ളത്. 74-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകളുള്ള വേരുപടലമാണ് എന്ത്? നാരുവേരുപടലം. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇവിടെ സസ്യം അതിന്റെ ഇലയുടെ ശിരാവിന്യാസം എങ്ങനെയാണെന്നും വേരുപടലം എങ്ങനെയാണെന്നും ബോക്സിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പയറിന്റെ എങ്ങനെയാണ്? പയറിന്റെ ജാലിക ശിരാവിന്യാസമാണ്. അതിന്റെ വേരുപടലം എങ്ങനത്തെയാണ്? തായ്വേരുപടലമാണ്. പുൽച്ചെടിയുടെ എന്താണ്? സമാന്തര ശിരാവിന്യാസമാണ്. അതിന്റെ വേരുപടലം എങ്ങനെയാണ്? നാരുവേരുപടലമാണ്. പ്ലാവിന്റെ എങ്ങനെയാണ്? ജാലികയാണ്. അതിന്റെ വേരുപടലം എങ്ങനെയാണ്? തായ്വേരുപടലമാണ്. അതുപോലെ തെങ്ങിന്റെ എങ്ങനെയാണ്? സമാന്തര ശിരാവിന്യാസമാണ്. അതിന്റെ വേരുപടലം എങ്ങനെയാണ്? നാരുവേരുപടലമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നുള്ളതാണ് താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, അതുപോലെ പറ്റുവേര്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ശ്വസന വേര്, കണ്ടൽ ചെടിയിലൊക്കെയാണ് ശ്വസന വേരുകൾ കാണപ്പെടുന്നത്. സാധാരണയായി ബീജം മൂലം വളർന്നാണ് വേരുകളായിട്ട് മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ശിഖരങ്ങളിൽ നിന്നും ചില വേരുണ്ടാകുന്നുണ്ട്. അങ്ങനത്തെയാണ് ഏത്? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേരൊക്കെ. ശ്വസനവേര് കണ്ടൽ ചെടിയിലാണ് കാണപ്പെടുന്നത്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവയെ ശ്വസനവേരെന്ന് അറിയപ്പെടുന്നു. ഇവിടെ താങ്ങുവേരിനും അതുപോലെ പൊയ്ക്കാൽ വേരിനും ഒക്കെ എക്സാമ്പിൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പറ്റുവേര്, അതുപോലെ കണ്ടൽ ചെടിയുടെ ശ്വസനവേരൊക്കെ. അടുത്തത് ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളുമാണ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബീജപത്രം മാത്രം ഉള്ളൂ. ഏത്? ഇതില് എന്താണ്? ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ. തെങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെയാണ് ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത്. ദ്വിബീജം എന്ന് വെച്ചാൽ അപ്പൊ രണ്ടെണ്ണം. പേരിൽ നിന്ന് നമുക്ക് കിട്ടും. ഏകബീജപത്ര സസ്യത്തിന് എക്സാമ്പിൾ ആണ് ഏത്? തെങ്ങ്. ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നാരുവേരു പടലമായിരിക്കും. അതുപോലെ ശിഖരങ്ങളില്ലാത്ത തണ്ടാണ്. സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളാണ്. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകളാണ് പറയുന്നത്. അടുത്തത് ദ്വിബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? തായ്വേര് പടലമാണ്. ശിഖരങ്ങളോട് കൂടിയ തണ്ടാണ്. പിന്നെന്താണ്? ഇല എന്താണ്? ജാലിക ശിരാവിന്യാസമാണ്. പിന്നെ അതാണ് ഏത്? ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതയിൽ വരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സ് ഉള്ളൂ. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 5-ാമത്തെ ചാപ്റ്റർ ആണ്, കയ്യെത്തും ദൂരത്ത് ആകാശം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ആൻഡ്രോമിയുടെ കഥയാണ്. ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല. എന്താന്ന് വെച്ചാല് എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിന്റെയും അതുപോലെ കാസിയോപ്യ രാജ്ഞിയുടെ മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി സീറ്റസ് എന്ന് പറയുന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായിട്ട് സെഫ്യൂസ് രാജാവ് മകളായിട്ടുള്ള ആൻഡ്രോമിഡയെ ബലി നൽകാൻ വേണ്ടി തയ്യാറായി. ഇതിനായിട്ട് കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പേഴ്സ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരമുണ്ടായിരുന്നു. അതാണ് ആൻഡ്രോമിഡ. ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായിട്ടുള്ള സ്ഥലമാണ് ബഹിരാകാശം. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് പഠിക്കേണ്ട നക്ഷത്ര ഗണങ്ങളുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. വേട്ടക്കാരൻ റിപ്പീറ്റഡ് PYQ ആയിരുന്നു. ഡിസംബർ മാസത്തിൽ
സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്ര ഗണമാണ് ഏത്? വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായിട്ടുള്ള ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്ര ഗണമാണ് ഏത്? വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം നമുക്ക് സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാര് അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായിട്ടുള്ള ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. വേട്ടക്കാരൻ ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ മാസത്തിലാണ്. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. സപ്തർഷികൾ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വ്യക്തമായിട്ട് വടക്കൻ ചക്രവാളത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്ര ഗണമാണ്. ഏത് മാസമാണ്? ഏപ്രിൽ മാസത്തില് വടക്കൻ ചക്രവാളത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിലാണ് 7 നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ടാണ് സപ്തർഷികൾ എന്ന പേര് വന്നിരിക്കുന്നത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ടാണ് സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളില് ബിഗ് ഡിപ്പർ, ഒരു വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളില് ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. പിന്നെ അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. സപ്തർഷികള് ഏപ്രിൽ മാസത്തിലാണ്. വേട്ടക്കാരൻ ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിലാണ്. അതുപോലെ വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച യൂറോപ്യൻ രാജ്യങ്ങളില് ബിഗ് ഡിപ്പർ എന്നും സപ്തർഷികൾ അറിയപ്പെടാറുണ്ട്. അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമാണ് ഏത്? സപ്തർഷികൾ. അടുത്തത് പഠിക്കേണ്ടത് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ എത്രയാണ്? 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ അകലം എത്രയാണ്? 3.84 ലക്ഷമാണ്. 3.84 ലക്ഷമാണ്. പിന്നെ ഈ ഭൂമിയുടെ വലിപ്പം പഠിക്കണം. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിക്ക്. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ്. പിന്നെ സൂര്യന്റെ കാര്യമാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് സൂര്യന്. ഭൂമിയിൽ നിന്നുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ് സൂര്യന്റെ അകലം. നമ്മൾ ചന്ദ്രന്റെ പഠിച്ചെത്രാണ്? 3.84 ലക്ഷമാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ഡിസ്റ്റൻസ്. സൂര്യന്റെ എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. സൂര്യന്റെ അകലം 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ് സൂര്യന്. അടുത്തത് ആൽഫ സെന്ററി എ ആണ്. ഇതാണ് ഏറ്റവും അകലെ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ഉള്ളതാണ് ഏത്? ആൽഫ സെന്ററി എ. ഇത് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. സൂര്യൻ എത്രയാണ് നമ്മൾ വിളിച്ചത്? 15 കോടിയാണ്. ആൽഫ സെന്ററി ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? 40 ലക്ഷം കോടിയാണ്. 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഇതൊന്ന് പഠിച്ചു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിക്ക് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ്. അതുപോലെ ചന്ദ്രന്റെ അകലം ഭൂമിയിൽ നിന്ന് എത്രയാണ്? 3.84 കിലോമീറ്റർ അകലെയാണ്. സൂര്യനാണെങ്കിലോ 15 കോടിയാണ്. സൂര്യന് 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലുപ്പമാണ്. പിന്നെ ആൽഫ സെന്ററി ഡിസ്റ്റൻസ് പഠിക്കണം. ഭൂമിയിൽ നിന്ന് എത്രയാണ്? 40 ലക്ഷം കിലോമീറ്റർ ആണ്. അതുപോലെ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ്. സൂര്യനാണെങ്കിൽ 13 ലക്ഷം, ആൽഫ സെന്ററി 15 ലക്ഷം. ഡിസ്റ്റൻസ് സൂര്യനാണെങ്കിൽ 15 കോടി, ആൽഫ സെന്ററി ആണെങ്കിൽ 40 ലക്ഷം കോടിയാണ്. അതുപോലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. PYQ ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. അടുത്തത് സൗരയൂഥത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ഈ ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം, ഓർബിറ്റ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നാണ് സൗരയൂഥം, സോളാർ സിസ്റ്റം. അതുപോലെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളാണുള്ളത്? 8 എണ്ണമാണ്. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ.
8 ഗ്രഹങ്ങളാണ്. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അടുത്തത് കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? അതായത് ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ ഭൂമിയെ ചുറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഉള്ള മനുഷ്യനിർമ്മിത യന്ത്രമാണ് കൃത്രിമ ഉപകരണങ്ങൾ. പിന്നെ പഠിച്ചു വെക്കുന്നതാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളിലെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും അതുപോലെ കമ്പ്യൂട്ടറിലൂടെയും കാണാനാവും. ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്ന കൃത്രിമ ഉപകരണമാണ് GPS. ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? വാർത്താവിനിമയം, പിന്നെന്താണ് GPS, കാലാവസ്ഥാ പ്രവചനം, ഗതി നിർണയം, വിദൂര സംവേദനം ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേക്ഷണങ്ങള്, പ്രതിരോധം, ഇതൊക്കെയാണ് കൃത്രിമ ഉപകരണങ്ങൾ സേവനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ. പിന്നെ പഠിച്ചു വെക്കേണ്ടത് ഇതാണ്, ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രധാന ഉപയോഗം എന്താണെന്നും പഠിച്ചു വെക്കണം. ഇൻസാറ്റ് എന്തിനാണ്? വാർത്താവിനിമയത്തിന് വേണ്ടിയുള്ളതാണ്. എഡ്യൂസാറ്റ് റിപ്പീറ്റഡ് PYQ ആണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ IRNSS ഇതും PYQ ആണ്, ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, പിന്നെ അസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ജിസാറ്റ് 7 അതുപോലെ എമിസാറ്റും പ്രതിരോധത്തിന് വേണ്ടിയാണ്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യമാണ്. IRNS ഗതി നിർണയം. PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ ഇതും PYQ ക്വസ്റ്റ്യൻ ആണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഏത്? IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ്. GPS സമാനമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനമാണ് ഏത്? IRNSS. GPS സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് IRNSS. അടുത്ത പഠിച്ചു വെക്കണം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സതീഷ് ധവാൻ സ്പേസ് സെന്ററും. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. സ്ഥാപിതമായത് എന്നാണ്? 1963 നവംബർ 21-നാണ്. 1963 നവംബർ 21-നാണ്. അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ്. 1963 നവംബർ 21-നാണ് സ്ഥാപിതമായത്. അതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. 1971-ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ ഇവിടെ വിക്രം സാരാഭായിയെ കുറിച്ചും അതുപോലെ സതീഷ് ധവാനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് ആര്? വിക്രം സാരാഭായ്. PYQ ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് അതുപോലെ ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയതും. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വിക്രം സാരാഭായ് ആണ്. അടുത്തത് സതീഷ് ധവാനെ കുറിച്ചാണ്. ഇസ്രോയുടെ ISROയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന ചാന്ദ്ര യാത്രകളാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചാന്ദ്ര യാത്രകൾ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രൻ. എന്നാണ് മനുഷ്യര് ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിച്ചേർന്നത്? 1969 ജൂലൈ 21-നാണ്. എന്നാണ്? 1969 ജൂലൈ 21-നാണ്. നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേക്ഷ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൻഡ്രിൽ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് അവര് സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചിരുന്നത്. PYQ ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്? 1969
ജൂലൈ 21-നാണ്. ആരൊക്കെയായിരുന്നു? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, പിന്നെ മൈക്കൽ കോളിൻസ്. സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചിരുന്ന ആരായിരുന്നു? മൈക്കൽ കോളിൻസ് ആണ്. നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേക്ഷ പേടകത്തിലായിരുന്നു. അതും പഠിച്ചു വെക്കുക. അടുത്തത് ബഹിരാകാശ വാരം. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഏതാണ്? സ്പുട്നിക് 1 ആണ്. അത് വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4-നാണ്. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10-ന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടക്കുന്നത്. ഒക്ടോബർ 4 തൊട്ട് 10 വരെയാണ്. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1 ആണ്. അത് വിക്ഷേപിച്ചത് 1957-ലാണ്. അടുത്ത ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളാണ്. 3 പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ചാന്ദ്രയാൻ 1 ആദ്യത്തേത് വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22-നാണ്. എന്നാണ്? 2008 ഒക്ടോബർ 22-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത് എന്നാണ് വിക്ഷേപിച്ചതെന്ന് പഠിച്ചു നോക്കുക. 2019 ജൂലൈ 22. 2019 ജൂലൈ 22-നാണ്. അടുത്ത ചാന്ദ്രയാൻ 3. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അതാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചാന്ദ്രയാൻ 3. വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14-നാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14-നാണ്. ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങിയതെന്നാണ്? അതും PYQ-ആണ്. 2023 ഓഗസ്റ്റ് 23-നാണ്. 2023 ഓഗസ്റ്റ് 23-നാണ്. 3 പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മംഗൾയാൻ ചൊവ്വ പര്യവേക്ഷണം ആയിരുന്നു. പിന്നെ ആദിത്യ L1 സൗര പര്യവേക്ഷണമാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ചതാണ്. ഗഗൻയാൻ ബഹിരാകാശ പര്യവേക്ഷണം. ഇത് 3 PYQ-ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. അപ്പം ഈ ചാപ്റ്ററിൽ ഇത്രയും പോയിന്റ്സ് ഉള്ളൂ. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 6ാമത്തെ ചാപ്റ്റർ ആണ്. ഊർജ സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അത് എന്താണ്? വിവിധ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. PYQ ക്വസ്റ്റ്യൻ ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. ചൂടും പ്രകാശവും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇവിടെ ഇന്ധനങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വായിക്കാം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസല്, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കത്താൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അതൊന്ന് പഠിച്ചു നോക്കുക. PYQ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അതുപോലെ ഇവിടെ പെട്രോള്, ഡീസല് തുടങ്ങിയവ നമുക്ക് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരിയും അതുപോലെ ക്രൂഡ് ഓയില്, പ്രകൃതിവാതവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായിട്ടുള്ള പെട്രോള്, ഡീസല്, മണ്ണെണ്ണ എന്നിവയും അതുപോലെ പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ഇവയൊക്കെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡീസല്, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പല് തുടങ്ങിയവ ഓടിക്കാനും അതുപോലെ വ്യവസായ ശാലകൾ പ്രവർത്തിക്കാനും നമ്മൾ കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്.
ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. എങ്ങനെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ നമ്മൾ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ, നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അതായത് ഉപയോഗിച്ച ശേഷം അത് പിന്നീട് പുനർനിർമ്മിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളതിനെയാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയില്, കൽക്കരി. ഈ ക്രൂഡ് ഓയില് ശുദ്ധീകരിച്ച് എന്തൊക്കെയാണ്? പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, പിന്നെന്താ നമ്മൾ പറഞ്ഞാണ് LPG, അതുപോലെ നാഫ്ത. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചാണ് നമ്മൾ ഇവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ കേരളത്തില് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എവിടൊക്കെയാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. പഠിച്ചു വെക്കണം. രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. അടുത്തത് സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ പേര്. സോളാർ കുക്കർ, പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ കാൽക്കുലേറ്റർ, അതുപോലെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ എമർജൻസി ലാമ്പ് ഒക്കെ ഉണ്ട്. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലില് സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് സൗരോർജ പാനല് സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലുകളില് സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ഇവിടെ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ, അവയുടെ പ്രത്യേകത എന്താണ്? മലിനീകരണം കുറവാണ്. പിന്നെന്താണ്? ചെലവ് കുറവാണ്. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനത്തിന്റെ പ്രത്യേകതയാണ് മലിനീകരണം കുറവാണ്, പിന്നെ ചെലവ് കുറവാണ്, ശബ്ദക്കുറവ്, സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഇതൊക്കെ അതിന്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ നമ്മൾ പുതുക്കാൻ സാധിക്കാത്ത ഊർജ സ്രോതസ്സുകൾ പറഞ്ഞു. പെട്രോളിയം ഒക്കെ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സിൽ വരുന്നതാണ് ഏതൊക്കെ? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നില്ല. ഇവയെ നമ്മൾ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ഈ ഊർജ സ്രോതസ്സുകൾക്ക് വായു മലിനീകരണം ഉണ്ടാകുന്നില്ല. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് വേറെ ഉദാഹരണം എന്തൊക്കെയാണ്? കാറ്റിൽ നിന്നുള്ള ഊർജം, പിന്നെ സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ബയോഗ്യാസ്, ഭൗമതാപോർജം. ഇതൊക്കെ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ ഊർജ സ്രോതസ്സുകൾക്ക് വായു മലിനീകരണം ഇല്ല. അടുത്തത് പൂർണ്ണമായിട്ടും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ എയർപോർട്ട്. ആണ് പൂർണ്ണമായിട്ടും സൗരോർജത്തില് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഏത്? കൊച്ചിൻ എയർപോർട്ട്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ്. പിന്നെ ഇവിടെ ബയോഗ്യാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. അപ്പം ഈ ചാപ്റ്ററിൽ ഇത്രയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 7ാമത്തെ ചാപ്റ്റർ ആണ്. ഇന്ദ്രിയജാലം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യം തന്നെ ഇവിടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്താണെന്നാണ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇവയൊക്കെയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് ആണ്. അടുത്തത് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രിയിൽ പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നത്. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികൾക്കും കണ്ണിന് പ്രത്യേകതയുണ്ട്. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ കണ്ണുകളാണ് ഉള്ളത്.
കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. പിന്നെ മരയൊന്നിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. അടുത്തത് ചെങ്കണ്ണിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേത്രരോഗമാണ് ചെങ്കണ്ണ്. ചെങ്കണ്ണിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? കണ്ണിന് വേദന അനുഭവപ്പെടും, പിന്നെ ചുവപ്പ്, അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ചെങ്കണ്ണ് വന്നാൽ. കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ്? തിമിരം, ഗ്ലോക്കോമ, നിശാന്തത, പിന്നെ വർണ്ണാന്തതയുണ്ട്, ഹസ്രദൃഷ്ടിയുണ്ട്, ദീർഘദൃഷ്ടിയുണ്ട്. അതൊക്കെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അടുത്തത് നമ്മൾ കാഴ്ച പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലർ ചാർട്ടാണ്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായിട്ടുള്ള ഹെർമൻ സ്നെല്ലർ ആണ് ഈ ചാർട്ട് തയ്യാറാക്കിയത്. പിന്നെ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്ന സംവിധാനമാണ്. ഇവിടെ സ്മാർട്ട് കെയിനെ കുറിച്ചും അതുപോലെ ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് കെയിൻ എന്ന് പറയുന്നത് എന്താണ്? വഴി കണ്ടെത്താൻ, കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് സ്മാർട്ട് കെയിൻ. പിന്നെ അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രവണ സഹായിയെ കുറിച്ചാണ്. പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയെ കുറിച്ചാണ്. ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. ജന്മനാലുള്ള കേൾവി തകരാറ് പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ. അതുപോലെ PYQ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തടയുന്നത് ത്വക്കാണ്. അതുപോലെ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് 8ാമത്തെ ചാപ്റ്റർ ആണ്. ജന്തുജാലകങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യം തന്നെ ഇവിടെ പറയുന്നത്, ഒരു കുട്ടി പറയുന്നുണ്ട് മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്. അതായത് ഈ മാമ്പഴത്തിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തില് പഴയ ഈച്ചകള് മാങ്ങയുടെ പുറന്തോടില് സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകള് മാങ്ങയ്ക്കുള്ളിൽ നിക്ഷേപിക്കും. മാങ്ങ പാകമാകുമ്പോൾ ഈ മുട്ടകൾ വിരിഞ്ഞ് അവയുടെ ലാവകള് മാംസളമായിട്ടുള്ള ഭാഗം ഭക്ഷിച്ച് വളരും. ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ കാണുന്ന പുഴുക്കൾ. അങ്ങനെയാണ് പുഴുക്കൾ വരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് മാറുന്ന ജീവികള് ഏതൊക്കെയാണ്? കടന്നലുണ്ട്, ഉറുമ്പുണ്ട്, ചിത്രശലഭമുണ്ട്, മിന്നാമിനുങ്ങ്, ചെള്ള്, തേനീച്ച, വണ്ട്. ഇതൊക്കെ എന്താണ്? മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് മാറുന്ന ജീവികൾക്ക് ഉദാഹരണമാണ്. അടുത്ത ഇവിടെ കുഴിയാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലയൺ ലേഴ്സ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാവയാണ് കുഴിയാന. ആൻഡ് ലയൺ ലേഴ്സ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പ് പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാവ മണൽത്തരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായിട്ട് മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. ഇനി അടുത്തത് രൂപാന്തരണം എന്താന്ന് പറഞ്ഞിരിക്കുന്നത്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് അങ്ങനാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഇതൊന്നും BSc ചോദിക്കത്തില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങള് പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മാംസം, പ്രോട്ടീന്, വൈറ്റമിൻസ് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ഈ ചെറുപ്രാണികള്. കുറഞ്ഞ ചിലവിൽ മാംസം ലഭിക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിനായിട്ട് ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്.
അടുത്ത ഇവിടെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരാണ്. പഠിച്ചു വെക്കുക, PSC ചിലപ്പം ചോദിക്കും. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ രണ്ടു തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. അടുത്തത് നിശാശലഭങ്ങള്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭമാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടായിരിക്കില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണ് ഉള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാവയ്ക്കുണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. വെങ്കണ്ണ നീലി. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണ്ണ നീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകൾ നിശാശലഭങ്ങളുടേത് പോലെയാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. പേര് വെങ്കണ്ണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. വെങ്കണ നീലി എന്നാണ് ആ ചിത്രശലഭത്തിന്റെ പേര്. അതുപോലെ കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം. ഈ മത്സ്യങ്ങൾ മുട്ടയിടുന്ന സമയം ജൂൺ ജൂലൈ മാസത്തിലാണ്. അതുകൊണ്ടാണ് ട്രോളിംഗ് ഒക്കെ വരുന്നത്. അടുത്ത ഇവിടെ ഊത്തക്കയറ്റം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടക്കുന്നതിനായിട്ട് മത്സ്യങ്ങൾ കൂട്ടമായിട്ട് കൈത്തോടുകള്, വയലുകള്, ചെറു തടാകങ്ങള്, കായല് തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന ഈ യാത്രയാണ് ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നതിന് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാകും. ഈ സമയത്ത് മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അടുത്ത ഇവിടെ സിസിലിയനുകളെ കുറിച്ച് പറയുന്നുണ്ട്. സിസിലിയനുകൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പേരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക, സിസിലിയനുകൾ. പിന്നെ പാമ്പുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? അണലി, മൂർഖൻ, രാജവെമ്പാല, ചേനത്തണ്ടൻ, മലമ്പാമ്പ് ഒക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതാണ്. വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ്? ചേര, മലമ്പാമ്പ്. നീർക്കൊല്ലിക്കൊന്നും വിഷമില്ല. വിഷപ്പാമ്പുകളാണ് ഏതൊക്കെ? മൂർഖൻ, രാജവെമ്പാല ഒക്കെ. പിന്നെ ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ, പിന്നെ അണലി. കടൽ പാമ്പിനൊക്കെ നല്ല വിഷമുള്ളതാണ്. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നതിൽ 5 ഇനം പാമ്പുകൾക്കേ വിഷം ഉള്ളൂ. പാമ്പുകടി ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പഠിച്ചു വെക്കണം. PSC ചിലപ്പം ചോദിക്കുമായിരിക്കും. ഇപ്പം പാമ്പിന്റെ കടിയേറ്റ് കുറെ പേര് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റയാളെ പരിഭ്രമിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കാം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. പിന്നെ സസ്തനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഡോൾഫിന്, തിമിംഗലം, വവ്വാല്, നീർനായൊക്കെ സസ്തനികളിൽ വരുന്നതാണ്. മത്സ്യങ്ങള്, ഉഭയജീവികള്, ഉരകങ്ങള്, പക്ഷികള്, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ല് ഉണ്ട്. അടുത്ത ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ആയതുകൊണ്ട് PSC നേരിട്ട് ചോദിക്കും. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ നോക്കി. നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പാർട്ട് 1ഉം 2ഉം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റ് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്